പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, കണ്ണീരോടെ ഈ ഭൂമിയിലിരുന്ന് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും രോഗാവസ്ഥകളും ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെല്ലാവരും അമ്മയിലാണല്ലോ ആശ്രയിക്കുന്നത്. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ലല്ലോ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥതയാലാണല്ലോ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ച്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ വലിയൊരു ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചത്. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെയും ഞങ്ങളുടെ കുടുംബത്തിലെയും എല്ലാ ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ നേരെ വരുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. ഈശോയെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം അങ്ങയോട് ചേർന്ന് ഒരുമയോട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. സാത്താന തന്ത്രങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടരുടെ പിടിയിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണമേ. ഈശോയെ, ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന മേഖലകളിൽ പ്രശോഭിപ്പാൻ തക്കവിധം നിന്റെ മകനെ നീ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടുമുള്ള ദൈവിക ശുശ്രൂഷകളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് നൽകുന്നു. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ അമ്മ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും എല്ലാം അവരെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലും സൗഖ്യവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും യാത്ര മേഖലകളിലും പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും ജോലി മേഖലകളിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ ഒപ്പം ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളെ തളർന്നു പോകുവാൻ അനുവദിക്കരുതേ. കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ഞങ്ങൾ പരിഹാസ പാത്രമാകുവാൻ വിട്ടുകൊടുക്കരുതേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കണ്ണുനീരോടെയും വേദനയോടെയും ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കരുണ തോന്നി കൃപ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. എല്ലാ മക്കളുടെയും ആകുലതകളിലേക്കൊന്ന് കടന്നു വരണമേ. എല്ലാ മക്കളുടെയും സങ്കടങ്ങളിലേക്കൊന്ന് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാടുമുള്ള മക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഈശോയെ, പ്രയാസങ്ങൾ വരുമ്പോൾ ഈശോയെ, ഞങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോനാഥ, കണ്ണീരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന
എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ ഒന്ന് തൊടയണമേ, അവരുടെ ആവശ്യങ്ങൾ അറിയണമേ. വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളൊന്നും കൂടാതെ അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാൻ തക്ക വിധം അവരെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധിതയാൽ ഭാരപ്പെടുന്നവർക്ക് വഴികൾ തുറന്നു കൊടുക്കണമേ. രോഗക്കിടക്കയിലായി പോയവരെ എഴുന്നേൽപ്പിക്കണമേ. അമ്മേ മാതാവേ, ബയോപ്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം ഇടയാക്കണമേ. എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അധ്യാപകരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സുമാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വൈദികരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സുമാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നഴ്സുമാരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ജോലി മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളെല്ലാവരും അനേകം മക്കൾക്ക് വേണ്ടി ജീവിപ്പാൻ, എല്ലാ മക്കളെയും സഹായിപ്പാനും പരിചരിക്കുവാനും തക്കവിധമുള്ള ഹൃദയങ്ങൾ അവർക്കായി കൊടുക്കണമേ. ആ മക്കളെ അതിനായി ഒരുക്കണമേ. ഓരോ ജോലി മേഖലകളിലും അവരെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കൃത്യനിഷ്ഠയോടെയും സത്യസന്ധതയോടെയും ചെയ്യുവാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് നല്ല അധികാരികളെ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ രാജ്യത്തെ കാത്തുകൊള്ളണമേ. രാജ്യത്തിന് ചുറ്റും കാവൽ നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കാവലായി അങ്ങ് കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് തുണയായി കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.